അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ പിള്ളേര് മുളക് അതുപോലെ തന്നെ ഐസ്ക്രീം ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്തിനാന്ന് ഇപ്പൊ കണ്ടപ്പോ തന്നെ മനസ്സിലാവുണ്ടാവും ഗൈസ്. അതായത് നമ്മുടെ പിള്ളേര്, അത് ഞാനില്ല ഇതില്, ഇല്ലില്ല ഞാനില്ല, ഇവന്മാർക്ക് പിന്നെ ഞാൻ കാശിറക്കി ഐസ്ക്രീം മേടിച്ചു മുളക് മേടിച്ചു ഞാൻ തന്നെ തിന്നണതാ. അതെന്തിടിക്ക് നിങ്ങൾ നേരത്തെ ഒരു ഷോർട്സ് കണ്ടില്ലേ ഇവൻ മിളക് തിന്നണേ? ഇതിന്റെ ഇരട്ടി 5-6 മിളകൊക്കെയാണ് കേസ് ഇവൻ ഇപ്പൊ തിന്നാനായിട്ട് പോണേ. മുളക് ഈറ്റിംഗ് ചലഞ്ച്, ഏറ്റവും കൂടുതൽ മുളക് ആര് തിന്നണ വെച്ചാൽ അവർക്ക് ഐസ്ക്രീം കിട്ടുന്നു. ഇത്ര ലക്കുള്ള കാര്യം ആര് ചെയ്ത് കൊടുക്കുക ഗൈസ്? അപ്പൊ എന്തായാലും നമുക്ക് മുളക് ഈറ്റിംഗ് ചലഞ്ചാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പൊ വീഡിയോ എന്തായാലും ഫുള്ള് കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ എന്തായാലും വീഡിയോക്ക് പോവാം. അപ്പൊ നമ്മുടെ ഇരകളാണെങ്കിൽ ഇവിടെ സന്തോഷത്തോടെ കൂടെ തന്നെ മിളക് പച്ചക്ക് തിന്നാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. കാരണം ഐസ്ക്രീം കിട്ടുന്നുള്ള സന്തോഷത്തിലാണ് ഇവിടെ ഇരിക്കണേ. സംഭവം ഐസ്ക്രീമും കൊടുത്തില്ലെങ്കിൽ പ്രാക്കാവും കഴിച്ചവന്മാരെന്നില്ല. എണീക്കണ ഇപ്പൊ തന്നെ കറിയാലേ, എത്രത്തോളം കറിയാളതാ. എന്താണ് നിനക്ക് പറയാനുള്ളത്? മിളകൊക്കെ നീ തിന്നില്ലേ? നീയോ? നേരത്തെ തിന്നതാലേ. എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം? നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്താ നിന്റെ അഭിപ്രായം? എന്താ തിന്നാം. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഇവിടെ മിളകിരിക്കണം. നമുക്ക് ഇവന്മാരെ കൊണ്ട് ഓരോന്ന് എടുത്ത് തീറ്റിക്കാം. കാരണം ഞാൻ എന്തായാലും തിന്നാൻ പോകണില്ല, ഇവന്മാരെ കൊണ്ട് തീറ്റിക്കാനുള്ള പ്ലാനാണ്. അപ്പൊ ഞാൻ എടുത്തരാം, ഞാൻ എടുത്തു കൊടുക്കാം. അതല്ല അതിന്റെ ഒരു ശരി, ഞാൻ എടുത്തു കൊടുക്കാം. ഞാൻ എടുത്തരാടാ. ദേ ഇവന്റെ സൈസ് വെച്ചിട്ട് തന്നെ നീ ഈ മിളകെടുക്ക്. നിന്റെ സൈസ് വെച്ചിട്ട് ഈ മിളകാണ് നിനക്ക് മാച്ച്. ഏത്? അല്ല ഇത് മതി, ഇത് തിന്നോട്ടെ പാവം. നിന്റെ സൈസ് വെച്ചിട്ട് അല്ല നിന്റെ സൈസ് വെച്ചിട്ട് നീ ഇതെടുക്ക്. ഞാൻ ഗൈസ് അപ്പൊ മരുന്നൊക്കെ അറിയണം, നമുക്ക് കാണാം. തിന്നടാ, തിന്ന്. ഓരോരുത്തർ വെച്ച് തിന്ന്. ശരിക്കും തിന്നട്ടാ, കറക്റ്റായിട്ട് തിന്ന്. ശരി പിന്നെ വേണ്ട, പറ്റിച്ചാ മതി എല്ലാരെയും. പിന്നെ ഒന്നും പറ്റിയില്ല, നിനക്കൊന്നും പറ്റിയില്ലേ? ഐസ്ക്രീം ഇപ്പൊ തരില്ല, അതേ ഒരു മിളക് ഫുള്ള് തിന്നട്ടെ ഗൈസ്. ഐസ്ക്രീം പെട്ടെന്ന് കിട്ടുന്ന ആഴ്ചയാണ് മൂപ്പരാള് ഇങ്ങനെയൊക്കെ കാണിക്കണെന്ന് എനിക്ക് തോന്നിട്ടാണോടാ? ഇരുണ്ടാ? നീ എന്താ ആൾക്കാരെ പറ്റിയാണോ? ഞാൻ പഠിച്ച കള്ളനട്ടാ. ശരിക്കും സീരിയസ് ആയിട്ട് കടക്കാര് പറ്റിച്ചോ? ഇതിനെരിവില്ലാന്നോണ്ട് ഗൈസ്. അപ്പൊ ഞാൻ എന്തായാലും ഓരോന്നെടുത്ത് തിന്നാൻ പേടിക്കണ്ട ഗൈസ്. എരിവില്ലാന്നോണ്ട് ഞാൻ കണ്ണുന്നൊക്കെ വെള്ളം വരുന്നു. സംസാരിക്കാൻ പോലും പറ്റണില്ല എന്നോണ്ട്. എന്താ നിന്റെ അഭിപ്രായം? എന്താ അത് നിനക്ക് ശരിക്കും എരിവില്ലേ? ഐസ്ക്രീം ഇപ്പൊ എടുക്കല്ലേ? ഇല്ല നീ കഴിച്ചോ? നീ അത് ഫുള്ള് കഴിച്ചു? നീ ഫുള്ള് കഴിച്ചാ? സത്യം പറ, നീ ഫുള്ള് കഴിച്ചാ? നീ എവിടെ ഫുള്ള് കഴിച്ചത്? എവിടെ നോക്ക് കഴിച്ച് ഇത്രത്തോളം തുപ്പി കളഞ്ഞു. ഇത് എന്തൊരു തീറ്റാ? എടാ അവിടേക്ക് അവനൊരു കുഴപ്പമില്ല, അഭിനയിക്കല്ലേട്ടാ മോനെ. സംഭവം അവൻ തിന്നില്ല, ഇവനൊരു മാതിരി ഉഡായിപ്പ് കാണിച്ചു. പേടിക്കണ്ട, അടുത്തത് ഇനി മുളകുണ്ട്, ഇവന്മാര് ഇനിയും തിന്നു. അറിയില്ലടാ. എന്നാ ഐസ്ക്രീം കഴിച്ചോ? ഐസ്ക്രീം കഴിക്കോ? ഓരോരുത്തരെടുത്ത് കഴിച്ചോ? ഒരു സ്കൂപ്പ് എടുത്താ മതി. അടുത്ത ഐസ്ക്രീം അടുത്ത മുളക് തിന്നണ്ടല്ലേ? അറിയണു ഗൈസ്. പാവം, എനിക്കിനി ദൈവത്തിന്റെ പ്രാക്ക് കിട്ടുന്നുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും അടുത്ത മുളക് നമുക്ക് മാരെ കൊണ്ട് തീറ്റിക്കാം. ഞങ്ങൾ ഇത്രയൊക്കെ ബുദ്ധിമുട്ടിച്ച് ആൾക്കും കുറച്ച് പണി കൊടുക്കണ്ടേ? ഇപ്പൊ ആൾക്ക് മുളക് കൊടുക്കണ്ട. ഈ മുളക് കഴിച്ചോ? ഇത് നോക്കിയേ ഗൈസ്, ഇതെന്റെ അത്ര ഉണ്ടല്ലോ ഈ മുളക്. കഴിച്ചാ പറ്റില്ല, 2 കടിയെങ്കിലും കഴിക്കും. ഞാൻ ഒരു കാര്യം പറ്റും, നിങ്ങൾക്ക് വേണ്ടി ഇത്ര ഐസ്ക്രീം ഒക്കെ ഞാൻ മേടിച്ചെന്നില്ലേ? മേടിച്ചെന്ന് അതിനുള്ള ഞങ്ങൾ കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെ കൊണ്ട് ഇത് തീറ്റിക്കണം. അത് നോക്ക്, അത് മതി. നല്ല ഇരുണ്ടാവും. ഇത് വേണ്ട, എന്താ മുളക് മാറ്റി മാറ്റി. ഇനി അടുത്ത വേണ്ട. ഇനി നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ മേടിച്ചു തരണമെന്നുണ്ടെങ്കിൽ ഇത് നീ ഒഴിവാക്കണം. ഈ മുളക് തീറ്റ ഒഴിവാക്കി. അത് പ്രശ്നം. 2 കടി ഒറ്റ കടിയാ വിഴുങ്ങണം. അയാൾ കടിച്ച് കഴിക്കണം. ആ മുളക് തീർക്കണം, ചെറുതാ.
കഴിക്ക്. കഴിക്ക് ചേട്ടാ. ഇവിടെ നോക്ക്. ഹലോ ഏയ്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. നീ ശരിക്കും മുളക് തിന്നുണ്ടായിരുന്നാ? സത്യം പറഞ്ഞോ? ഞാൻ കളഞ്ഞു, ഞാൻ കാട്ടി തന്നു. അപ്പൊ ചേട്ടനെ കാട്ടി തന്നു. നിന്റെ റിയാക്ഷൻ കണ്ടില്ലല്ലോ. ഞാൻ കാട്ടി കൊടുത്തില്ല, ഞാൻ കഴിച്ചു കണ്ടു. ആ എനിക്ക് റിയാക്ഷൻ കിട്ടില്ല. കഴിച്ചില്ലേ ആ. അന്നാ റിയാക്ഷൻ വരുത്തി തരാം. അവളെ കഴിച്ചിട്ട് കുറച്ച് ചൂണ്ടും വെച്ച് തേച്ച് നോക്കാം പറയാം. ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി സൂപ്പർ സാധനം. ഒരു കുഴപ്പമില്ല. നമ്മ സിനിമ കാണുമ്പോ തിന്നാൻ പറ്റുന്ന സാധനം. കണ്ണനൊക്കെ വെള്ളം വരുന്നൊരു ഡൗട്ട്. കണ്ടപ്പോ No worry guys, no worry. അപ്പൊ എന്തായാലും അത് എനിക്ക് ഐസ്ക്രീം ഇല്ല. Okay? കണ്ണൊന്നും വെള്ളം വരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇപ്പൊ കടന്ന് കഴിയും. ഐസ്ക്രീം കഴിച്ചോ? എരിയുണ്ട് ശരി. ഇറക്കട്ടെ. ഓ ഓ ഓ രാജാവ് ഇരിക്കുന്ന ഇരിപ്പണ്ടില്ലേ. ഒന്നും മിണ്ടാണ്ടിരിക്ക്. എരിയുണ്ടപ്പോ. കോൺസെൻട്രേഷൻ പോടും കഴിച്ചു. മറ. അപ്പൊ എന്താ പറയാ പറ. എരിയില്ലല്ലോ. ഐസ്ക്രീം ചേട്ടരി പണി കൊടുത്തോണ്ട് കഴിക്കണം. കഴിക്കല് കണ്ടില്ലേ? പശു കഞ്ഞിവെള്ളം കുടിക്കണ പോലെ കുടിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര മാത്രമുള്ള ബൈ. അപ്പൊ മുളക് കഴിച്ചിട്ട് നമ്മുടെ ആളുടെ അവസ്ഥ നോക്കി ഫ്രിഡ്ജിന്റെ ഉള്ളിൽ തല എഴുതി വെച്ചിട്ട് എല്ലാരും കണ്ട് അല്ല സെറ്റില്ലേ. ഇപ്പൊ നമ്മുടെ മറ്റേ മുളക് ഈറ്റിംഗ് ചലഞ്ചിന്റെ വിന്നർ ആരാന്ന് നിങ്ങളോട് പറയാനുള്ള സമയം കിട്ടിയില്ല. കാരണം അത്ര എരിവാർന്നു ആവിന്. ഇപ്പോഴും നല്ല എരിവാ. എന്നാലും വിന്നറിനെ അനൗൺസ് ചെയ്തിട്ട് വീഡിയോ അവസാനിപ്പിക്കാന്ന് വിചാരിച്ചു. എന്തിട്ടത് ഐസ്ക്രീം അതിന്റെ ഇടയിൽ പോയി കയറ്റിയ ഇവൻ ഭയങ്കര നഷ്ടക്കച്ചവടല്ലേ ഇത്. വേണന്ന് ഗൈസ്. അപ്പൊ ആരാണ് വിന്നർ ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ് സാക്ഷാൽ ദിവനാണ് വിന്നർ. ഒന്ന് പോയടാ. എനിക്കൊരു പകുതി മുളക് പോലും കഴിക്കാൻ പറ്റില്ല. ഇതെങ്ങനെ സാധനം തിന്നാൻ പറ്റണേ? അതിന് വേണ്ടേ കഴിവ്. ഇവർക്ക് ഒരു ഒരെണ്ണം പോലും നാക്കിന്റെ ഇവിടെ എടുത്ത് തൊലി പൊട്ടിണ്ട്. വലിയ മുളക് ഇവനൊന്നും തിന്നില്ല. വന്നിട്ട് വട്ടി കുറയ്ക്കണ മതി. വേറെ കാര്യം, ഇയാൾക്ക് എക്സ്പ്രഷൻ പോലും ഇല്ല ഇതില്. അതെങ്ങനെ സാധിച്ചു ഒന്ന് പറഞ്ഞുതരുമോ? എക്സ്പ്രഷൻ പോലും ഇല്ലാണ്ട് മുളക് പ്രേതം കയറി ലാസ്റ്റ് ചോദിക്കണേ ഈ മുളക് ഞാൻ എവിടെ കളയണ്ടേന്ന്. പിന്നെ വേറൊരു കാര്യം, വീഡിയോ അവസാനിപ്പിക്കാറായി. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരിൽ ആരെയും കൂടുതൽ ഇഷ്ടം എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മാത്രല്ല വീഡിയോ ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്ത തീർച്ചയായിട്ടും സബ് ചെയ്യുക. മാത്രല്ല നെക്സ്റ്റ് എന്ത് ചലഞ്ച് വേണമെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഓക്കെ ഗൈസ്, ഗുഡ് ബൈ. അയ്യോ ഓഫ് ആയിട്ട് എന്താ ബൈ.